പക്ഷേ അവരെ മാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ഒരുപാട് പേര് ചോദിക്കുന്നത് മാസ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ പച്ചയ്ക്കാണ് നടക്കുന്നത്. മാസ് ഉണ്ടാക്കുന്ന ഇവിടെ രീതി ഒന്ന് വേറെയാണ്. സുന്ദരമായി വൃത്തിയായിട്ട് മാസ് ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് മിനിക്കോയ് ദ്വീപിലെ എന്താ പറയുക, ഇവിടുത്തെ കുദ്ഹി വില്ലേജിലെ നല്ലൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. കാണാം ആ കാഴ്ചകളിലേക്ക്. മാസ് പറക്കാൻ പോവുകയാണ് കേട്ടോ. മാസ് പറക്കിയെടുക്കുന്ന ഇതാണ് കാണാൻ പോണേ. ഉണങ്ങിയ മാസ് എടുക്കുകയാണ് കേട്ടോ. ഇത് ഓക്കെയാണോ? ഇത് ഓക്കെ ആയോ? ഇത് ഓക്കെ ആയോ? ഇനി എത്ര ദിവസം വേണം? ഇത് എത്ര ദിവസം വേണം? 12 ദിവസം. ഞങ്ങളുടെ അവിടെ 2-3 ദിവസത്തിനുള്ളിൽ ഓക്കെ ആവും. हाँ माँ से हाँ इसमें स्मेल नहीं है. अपना बहुत स्मेल है. बहुत സ്മെല്ല് കേട്ടോ. ശ്രദ്ധിച്ചോ, പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ മാസിന് സ്മെല്ലൊന്നും കാണത്തില്ല. നമുക്ക് എവിടെയും കൊണ്ടുപോകാം. നമ്മൾ പച്ചയ്ക്കാണ്, ഇവരാണെങ്കിൽ അവിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എന്ത് രസമായിട്ട് കണ്ട. കാക്ക കയറാതിരിക്കാൻ വേണ്ടി സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള പരിപാടികളാണ് കേട്ടോ. എടുത്ത് ശാലം കഴിച്ചു നോക്കാം. ശകലം എന്താ മോളെ? പൊട്ടിയത് മതി. പൊട്ടിയത് കഴിച്ചു കൂട്ടും. എൻ്റെ ഒരു പീസാണ് കിട്ടിയത്. കഴിച്ചു കൂടാ. ഇതിനെന്ത് പേര് പറയും? മാസമൊക്കെ ഈ വീടിന് വല്ല പേരുള്ള ഉണ്ടോ? ഹുദൈ വില്ലേജ്. അത് മനസ്സിലായി. ഇതിന് പേര് വല്ല ഉണ്ടോ ഇതിനുണ്ടാക്കുന്നതിന്? മാസിന്റെ ഇത്. ഓക്കെ കച്ചവടത്തിനല്ലേ? ഇത് ഉണങ്ങിയോ? ഓക്കെ ആയോ? ഇത് ഓക്കെയാണ്. ഓക്കെയാണ്. വയ്ക്കൂല, തീർന്നു. ഇനിയുണ്ട്. അല്ല ഇത് ഉണങ്ങിയോ? ഇത് വിൽക്കാനോ? ഇതിപ്പോ 1 ദിവസമായുള്ളോ? കണ്ടോ, ഇനി ഉണങ്ങാനുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നാളെ ഇനി വീണ്ടും വയ്ക്കൂന്നാ പറയുന്നത്. നാളെ ഇത് വീണ്ടും വയ്ക്കും. അപ്പം നമ്മുടെ അവിടെ കരുവാട്ടൊക്കെ നല്ല സ്മെല്ലായിരിക്കും. പക്ഷെ ഇത് നോക്കി, മാസ് നല്ല രസമായിട്ട് കടയിലേക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് എല്ലാ പീസുകളും ഇങ്ങനെയാണ്. അപ്പം ഇത് മാസമല്ല, വേറെ കൊല മാസമായിട്ട് മാസ് കൊണ്ടുവരുന്നതാണ്. ഉണങ്ങി നല്ല നല്ല രസമായിട്ട് ഉണക്കിയിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര രസമുണ്ടാവും. അതുകൊണ്ട് മാസ് വേണ്ടാണ്. ഒരു മണം പോലും ഇല്ല കേട്ടോ. അതുകൊണ്ട് അതിനെ ഉണക്കിയെടുത്ത മാസമാണ്. ഉണക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ ഉപ്പൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ മാസിൻ്റെ ഇത് കണ്ടത് കേട്ടോ. എന്ത് രസമായിട്ടാണ് കാണിച്ചത് നോക്കി. എന്ത് വൃത്തി, എന്ത് ഒരു സ്മെല്ലില്ലാത്ത രീതിയിലല്ലേ കണ്ടു പഠിക്കാനുണ്ടല്ലേ. കിച്ചണാണോ? എന്തൊക്കെ ഉണ്ടാക്കുന്ന മാസ് ഉണ്ടാക്കുന്നതാണ്. എടുത്തോട്ടെ. കണ്ടോ, നമുക്ക് മാസ് ഉണ്ടാക്കുന്ന സ്ഥലം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ മൂപ്പനോട് ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. മൂപ്പൻ പറഞ്ഞ് മാസ് ഉണ്ടാക്കുന്ന സ്ഥലം അടിപൊളി. ആദ്യമായിട്ടാണ് മാസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ കയറുന്നത്. ലക്ഷദ്വീപിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് മാസ് ഉണ്ടാക്കുന്നത്. കണ്ടത് മാസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊരു നോക്കി. ഇവിടെ ചൂട് മാസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ കണ്ടോ. വിറകിട്ട് കത്തിച്ച് അയ്യോ അടിപൊളി മാസ് ഉണ്ടാക്കുന്ന രീതിയുണ്ടോ. ഇവിടെ മീൻ കണ്ടോ, എന്ത് രസമായിട്ടാണ്, എന്ത് വൃത്തിയെന്ന് നോക്കിയത്. ഇവിടെ പുഴുങ്ങയാണ്. ഇവിടെ കണ്ട് കണ്ടോ, എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തുമാത്രം വൃത്തിയോടുകൂടി അപ്പുറത്ത് മീൻ പുഴുങ്ങുന്നു. മീൻ പുഴുങ്ങിയതിന് ശേഷം വെള്ളം പോകാൻ വെച്ചിരിക്കുന്നു. അതിനുശേഷം എന്താണ് കണ്ടോ, മുള്ള് കളയാണ്. മുള്ള് കളഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങനെ എടുത്തിട്ട് ഈ തീച്ചൂളയിൽ വെക്കും. എന്നിട്ട് പിന്നെ ഉണക്കാൻ വയ്ക്കും തോന്നുന്നു. ഉണക്കാൻ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. മാസ് ഉണ്ടാക്കുന്ന കാണാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ മാസിന്റെ രീതി കാണിച്ചത്. കണ്ടാ എന്ത് വൃത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാസല്ല, ഇവിടുത്തെ വൃത്തിയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ക്ലീൻ. വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു മീൻ ഉണ്ടാക്കുന്ന സ്ഥലം ഒരു മണം പോലും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും ഒരു വ്യത്യാസം. ഒരു എന്താ മീനാകുമ്പോൾ അതിൻ്റെ സ്മെല്ല് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണും. പക്ഷേ ഇവിടെ ആ ഒരു സാധനമില്ല കേട്ടോ. അടിപൊളിയാണ്.